നമസ്കാരം. നമ്മുടെ കള്ളക്കണ്ടനര് ജയിലിലാണല്ലോ. അപ്പം ഇന്നലെ സൂപ്രണ്ട് വന്ന് കണ്ട സമയത്ത് അങ്ങനെ മുമ്പിൽ പൊട്ടിക്കരയുകയാണ്. അങ്ങനെയൊക്കെ എത്തിയാൻ പറ്റും. അദ്ദേഹം ഒരു ജോലിക്കാരൻ മാത്രമല്ലേ ഉള്ളൂ. ഇതിൽ ഇനി ഇയാൾ ചെയ്യേണ്ടത്, ഈ കണ്ടനര് ചെയ്യേണ്ടത് സത്യം പറയുക. ഇതിങ്ങനെ ഭാരമായിട്ടുള്ളിൽ വെച്ച് നടന്നു കഴിഞ്ഞാൽ മരിക്കുന്നവർ ആ ഭാരം തലയുന്നു പോവില്ല. അയ്യപ്പനോട് നീതി കാണിക്കുക, ആ ക്ഷേത്ര സംവിധാനങ്ങളോട് നീതി കാണിക്കുക. അതല്ലെങ്കിൽ ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്ടജീവിതം നരകതുല്യമായിരിക്കും. അയാൾക്ക് ശാപം ഒരുപാടുണ്ട്. ഈ സ്വർണ്ണക്കളവ് മാത്രമല്ല, സ്വർണ്ണക്കൊള്ള മാത്രമല്ല, മലയര് അവരുടെ ഭൂമിയായിരുന്നു അത്, അവരുടെ ക്ഷേത്രമായിരുന്നു ഇത്. അവരുടെ തേൻ കൊണ്ടുള്ള അഭിഷേകമൊക്കെ നടത്തിയിരുന്നത്. അത് തട്ടിപ്പറിച്ച് ശാപമുണ്ട്. ഭക്തജനങ്ങളുടെ ശാപം ഇപ്പോൾ വേണ്ടത്ര കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ ഇയാൾ പൊട്ടിക്കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. സത്യം അങ്ങോട്ട് വിളിച്ചു പറയുക. അപ്പോൾ ഒരു സമാധാനം, ഒരു സുഖം കിട്ടും. എനിക്ക് മരിക്കണം, മരിച്ചാലൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. തൻ്റെ കീഴാദികളുണ്ടല്ലോ, അവർക്ക് ആയിരിക്കും ബാക്കിയുള്ള ശാപം പേറി നടക്കേണ്ടി വരുന്നത്. കള്ളൻ്റെ മോൻ പോണെന്ന് പറഞ്ഞിട്ട്. ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടൊന്നും കാര്യമില്ലടോ. ഇപ്പം ജയിലിലാണ്. അതിൻ്റെ ഇടയിൽ ഒരു സൂത്രപ്പണി നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയി. ജനറൽ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്, ഗവൺമെൻറ് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. ഡോക്ടർമാർ പരിശോധിച്ചു. ഒന്നാമത് ഇത്തരം കേസുകളാണ്. ഇയാൾക്ക് വലിയ രോഗമാണ്, ഇയാൾ ന്യൂയോർക്കിലോട്ട് ചികിത്സിക്കണം എന്നിട്ട് ഡോക്ടർമാർ പറയണേ അവിടേക്ക് വരെ കൊണ്ടുവരാൻ ഇവർ തയ്യാറാണ്. കയ്യിലിരിക്കുകയല്ലേ കോടികൾ. ഒരു സീസണിൽ 25 കോടി രൂപയാണ് ഈ കള്ളന്മാർ അടിച്ചു മാറ്റുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർക്കറിയാം ഇവിടെ ഭരിക്കുന്ന കക്ഷിയെക്കുറിച്ച് നല്ല പിടിപാടുണ്ട്. ഇവിടെ സൂത്രത്തിൽ അയാൾക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ആ രോഗം എഴുതുക, രോഗമില്ലെങ്കിൽ രോഗമില്ലെന്ന് എഴുതുക. അവിടെ ചെന്നപ്പോൾ രോഗവും കാര്യങ്ങളൊന്നുമില്ല. നേരെ കുത്തനെ അടിച്ചു, തുറുവായിട്ട് അടിച്ചു. എവിടേക്ക്? ജയിലിലേക്ക് തന്നെ. അവിടെ നിന്ന് സ്വാഭാവികമായിട്ട് സൂപ്രണ്ട് എല്ലാം മിക്ക ദിവസവും ഒരു ഉലാത്താൻ വേണ്ടി വരും. ജയിലിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ എക്സ്പെർട്ടാണ്. ഞാൻ 14 പ്രാവശ്യമാണ് എന്നെ ജയിലിലേക്ക് അയച്ചത്, എൻ്റെ വീട്ടുകാർ തന്നെ. ഞാൻ വളരെ എക്സ്പെർട്ടാണ് കാര്യത്തിൽ. അപ്പോൾ സൂപ്രണ്ട് വരും. എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങളാരാ ചോദിച്ചു. അപ്പം അതിൻ്റെ കൂട്ടത്തിലൊരു മറ്റേ വിൻസെൻ്റ് സാറിന് അങ്ങനെ പറഞ്ഞു, ഇന്ന വീട്ടിൽ നമ്മുടെ ചന്ദ്രേട്ടൻ്റെ ഇതിൽ പെട്ട. നിങ്ങളെങ്ങനെയാണ് എവിടെ എത്തിയത്? ഞാൻ പറഞ്ഞൊരു തീവെപ്പ് കേസിലാണ് എത്തിയത്. അല്ല, നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണോ എന്നൊക്കെ ആൾ ചോദിച്ചു. അങ്ങനെ പോയി. എനിവേ, അപ്പോൾ ജാമ്യം എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ജാമ്യം എടുക്കില്ല, അത് വേറെ കേസ്. അപ്പോൾ അത് പോട്ടെ, അതെൻ്റെ കാര്യമാണത്. അപ്പോൾ അവിടെ വന്ന് സൂപ്രണ്ട് വന്നപ്പോൾ സൂപ്രണ്ടിൻ്റെ മുമ്പിൽ എല്ലാവരും പുറത്തിറങ്ങി നിൽക്കണം. എല്ലാവരും പുറത്തിറങ്ങി. അപ്പം അന്നേ ദിവസം മറ്റേ നല്ല അവിടുത്തെ ജയിലിൽ കൊടുക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ട് സ്റ്റഡി വടിയായിട്ട് നിൽക്കണം. അല്ലാണ്ട് അവിടെ പോയിട്ട് ഇങ്ങനെയൊന്നും പിടിച്ചു നിൽക്കാനൊന്നും സമ്മതിക്കില്ല. ശരിക്കും നിൽക്കണമെന്ന് പറയും അവിടെ. അതിന് സൂപ്രണ്ടിനോട് കംപ്ലയിൻറ്റ് ചെയ്യാം. പ്രധാനമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ കൊതുക് കടിക്കണം. അതിന് അപ്പം തന്നെ അപ്പുറത്തുള്ള ആൾ പറയും, അതിന് തന്നെ അവിടെ അറ്റത്തൊന്നും കയറ്റിയിടാൻ പോണില്ല, ജാമ്യം എടുത്ത് പോടാ, ജയിലാണ്, അദ്ദേഹം കൊതുക് കടിക്കുന്നുണ്ടാവും എന്നൊക്കെ. എന്ന് കൊതുവാനെ കൊടുക്കാൻ പറ്റുമോ? കൊതുവാനെ പിടിച്ചു കെട്ടാലെന്ന് ആരുണ്ടാവും, അവിടെ കെട്ടി തൂങ്ങിയാലും. അപ്പം ഏതായാലും അവിടെ സ്റ്റഡി വടിയായിട്ട് നിൽക്കണം. നിന്നേ മതിയാകൂ. അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിലും ജയിലിൽ വന്നാൽ ആ സമയത്ത് സൂപ്രണ്ട് വരും, നിന്നേ മതിയാകും. എങ്കിലും സൂപ്രണ്ട് മര്യാദ കാണിച്ചു, വിളിച്ച് സംസാരിച്ചപ്പോൾ അയാൾ പൊട്ടിക്കരയാണ് ചെയ്യുന്നത്. സൂപ്രണ്ടിനോട് പറയാണ്, ഞാനിനി മല ചവിട്ടില്ല, എനിക്കിനി മരിക്കണം. ഇതാണിപ്പോൾ സൂപ്രണ്ട് എന്താ ചെയ്യുക? ആ ജയിലിനകത്ത് ചെയ്തു കൊടുക്കാവുന്ന എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം അവിടെ മട്ടൻ കറിയാണ്. അതറിഞ്ഞോടുകൂടി ആൾക്ക് വേവലാതിയായി. മട്ടൻ കറി പരസ്യമായിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ, ഇവരൊക്കെ വലിയ വലിയ കോപ്പന്മാരല്ലേ. പരസ്യമായിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ.
അപ്പം ആയതുകൊണ്ട് തന്നെ പറഞ്ഞു, അയ്യോ നാളപ്പോൾ അല്ല നിങ്ങൾക്ക് ഞങ്ങൾ മോരും മറ്റെന്തായാലും പറയാം, മറ്റേ പഴയ തലേ ദിവസം സാമ്പാറുണ്ട്, ഈ വെളിച്ച സാമ്പാറിന് രസം കൂടുതലാണ്, ഇത് ഒരു നല്ലൊരു മണമൊക്കെ ആയിരിക്കും, വെളിച്ച സാമ്പാറും മോരും ഒക്കെ ആയിട്ട് തരാൻ കേട്ടോ, അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞു. ഇനി ഞാൻ മല ചവിട്ടില്ല, വേണ്ട. ഇനി മല ചവിട്ടി കഴിഞ്ഞാൽ കാല് തല്ലി പിടിക്കാൻ ആൾക്കാരവിടെ നിൽക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അയാളുടെ തന്നെ കീഴാദികൾ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. എല്ലാം പെട്ടുപോയില്ലേ. എനിക്കിനി മരിക്കണം. താൻ എന്ത് മരിക്കാനടോ? താൻ ചത്ത ശവമായി കഴിഞ്ഞു, അത് വേറെ കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 തരത്തിലുള്ള ജയിൽവാസമാണുള്ളത്, 2 തരത്തിലുള്ള ഡിറ്റൻഷനാണുള്ളത്, 2 തരം വികാരങ്ങളാണ് ഉണ്ടാകുക. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പം നമ്മളുടെ ഇങ്ങനെയാണ് ഏറ്റവും നല്ല ഉദാഹരണം നമ്മളുടെ രാഹുൽ മാങ്കൂട്ടം. നല്ല ഉദാഹരണമാണത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. അതിൽ ഈ രാഹുൽ മാങ്കൂട്ടം ഇവിടെ ആദ്യം ജയിലിൽ പോയി. അത് ഗവൺമെൻറ്റിനെ വെല്ലുവിളിച്ച് ഗവൺമെൻറ്റുമായിട്ട് ഉള്ളൊരു പ്രശ്നം അവിടെ സമരം നടത്തി. പിണറായി വിജയനെ പേരെടുത്ത് വിളിച്ച് എടോ പിണറായി വിജയ, എടാ പിണറായി വിജയ എന്നൊക്കെയും പറഞ്ഞ് എന്തിനു പറഞ്ഞു അയാളെ അറസ്റ്റ് ചെയ്തു, ജയിലിൽ കൊണ്ടാക്കി. ആ ജയിലിലേക്ക് പോകുന്ന സമയത്ത് രാജ്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ സമരം നടത്തിയിട്ട്, അപ്പോൾ ധീരവീര യോദ്ധാവായിട്ട് ചിരിച്ച് ആൾക്കാരെ കാണുമ്പോൾ കൈ വീശി പോലീസുകാരുടെ മുമ്പിലും അതെ, കാരണം രാജ്യത്തിന് വേണ്ടിയിട്ടല്ലേ. അങ്ങനെയാണ് ജയിലിൽ പോയത്. ആ സമയത്തുള്ള അദ്ദേഹത്തിനൊരു മനോഭാവം അത് അങ്ങനെ ഒരു ജയിൽവാസമാണ്, സന്തോഷകരമായിട്ട്. ആ സമയത്ത് ചിലപ്പോൾ അയാൾ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഈശ്വര കോടതിയിൽ പോകുമ്പോൾ ജാമ്യം തരരുതേ. ജാമ്യം തന്നു കഴിഞ്ഞാൽ ഇതപ്പോൾ പത്രത്തിൽ വരുന്നു, എല്ലാ മറ്റേ ചാനലുകളിലും വരുന്നു, കാണാൻ ആൾക്കാർ വരുന്നു. പതുക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ നില മേലോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറിപ്പോണു. ആയതുകൊണ്ട് തന്നെ ഒരു മാസം കൂടി ജയിലിൽ കിടന്നാൽ അത്രയും സന്തോഷം. ഇപ്പോഴോ 1-ാം പീഡനവും 2-ാം പീഡനവും 3-ാം പീഡനവുമായിട്ട് നാറിപ്പുളിച്ച് ചീഞ്ഞളിഞ്ഞ് ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ ജയിൽവാസം മറ്റേ ജയിൽവാസം പോലെയല്ല. അത് അന്തസ്സിൻ്റെ ഒരു മുദ്രയും ചാർത്തിയിട്ടാണ് പുറത്തേക്ക് വന്നത്. ഉടനെ തന്നെ അയാൾ മറ്റേ സംസ്ഥാന നേതാവായി, ഇനിയിപ്പോൾ MLA ആയി, മന്ത്രിയാകാൻ പോകുന്ന യുവാവായതുകൊണ്ട് പെട്ടെന്നുള്ള കയറ്റം. ആ ജയിൽവാസം കൊണ്ട് കിട്ടിയതാണ്. പക്ഷേ ഇപ്പോഴത്തെ ജയിൽവാസം കഴിഞ്ഞ് വരുമ്പോഴോ അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ? വീട്ടിൽ വരാൻ പറ്റുമോ അയാൾക്ക്? കാരണം ഇപ്പോഴത്തെ ജയിൽവാസം കൃത്യമായിട്ട് ക്രൈം ചെയ്തിട്ടാണ് 3 പെണ്ണുങ്ങളെ പിഴപ്പിച്ച കേസിലാണ് പോയിട്ടുള്ളത്. ആ മനോനില വേറെ. ഇങ്ങനെ 2 തരം ജയിൽവാസമാണുള്ളത്. മഹാത്മാഗാന്ധി നയിച്ച ജയിൽവാസവും നമ്മളുടെ മറ്റേ കളങ്കാവലോ ഒരു സിനിമ വന്നിട്ടുള്ളൂ മമ്മൂട്ടിയുടെ, ആ സിനിമ യഥാർത്ഥത്തിലുണ്ടായതാണ്. മോഹൻകുമാർ എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിലുണ്ടായതാണ്. അയാളിപ്പോൾ ജയിലില്ല. അയാൾ ജയിലിൽ കിടക്കുന്നതും മഹാത്മാഗാന്ധി ജയിലിൽ കിടക്കുന്നതും 2 വ്യത്യാസമുണ്ട്. ഇതിലിപ്പോൾ ഇവൻ ജയിലിൽ കിടക്കുന്നത്, ഈ തന്ത്രിക്കള്ളൻ ജയിലിൽ കിടക്കുന്നത് മാങ്കൂട്ടത്തിൽ ഇപ്പം ജയിലിൽ പോയ അവസ്ഥ, 2ാമത് ജയിലിൽ പോകുന്നു. ആ അവസ്ഥയിലാണ്, ആ മാനസിക അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇപ്പോൾ പശ്ചാത്താപമാണ്, തന്ത്രിക്ക് പശ്ചാത്താപമാണ് ചെയ്തു വെച്ച കാര്യങ്ങളെ ഓർത്തിട്ട്. ഞാൻ ജയിലിൽ പോയിട്ടുണ്ട്, 14 തവണയാണ് ജയിലിൽ പോയിട്ടുള്ളത്, 1-2 തവണയല്ല. എൻ്റെ വീട്ടുകാർ തന്നെ, എൻ്റെ തന്നെ ഒരു വല്യച്ഛൻ തന്നെയാണ്. അവൻ RSSകാരനാണ്. അവനുള്ള ദൈവം കൊടുത്തു. അവൻ്റെ ഒരു മകനെ എന്നെ കൊല്ലാൻ നോക്കിയത് അവൻ്റെ മോനാണ് കിണറ്റ് പോയിട്ട് ഉപ്പിലിട്ടത്. മോളുടെ ഭർത്താവ് 12 വർഷം എന്ന് പറഞ്ഞ് കിടന്ന അവസ്ഥ വേറെ. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, അന്ന് ഞാൻ ജയിലിൽ പോയ സമയത്ത് അവിടെ വിൻസെൻ്റ് സാറുണ്ട്, പിന്നെ ചന്ദ്രേട്ടനുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് ചന്ദ്രേട്ടൻ. അവരെന്നോട് ചോദിച്ചു, സ്വാമിക്ക് ജയിലിൽ വന്നപ്പോൾ സ്വാമിയുടെ ചിരിയും കളിയും മൂളിപ്പാട്ടൊന്നും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജയിലിൽ വന്ന് കുറ്റം ചെയ്തിട്ടല്ലല്ലോ. വളരെ സന്തോഷമായിട്ടാണ് അവിടെ ഇതുപോലെ തന്നെ മീൻകറി ഉണ്ട്, മട്ടനോ മുട്ടക്കറിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ആ സമയത്ത് ഞാനിത് കഴിക്കില്ല. അപ്പോൾ എനിക്ക് അവർ അന്നേ ദിവസം ആ സ്വാമിയുടെ പാത്രം എന്നാണ് പറയുക. അപ്പോൾ അത് അവിടെ മോര് അല്ലെങ്കിൽ തൈര്, അല്ലെങ്കിൽ മോരും തൈരും, അച്ചാറ്, സവാള, പിന്നെ അവിടെ ഇരിക്കുന്ന പഴം ഏതെങ്കിലും എടുത്ത് തരും. എനിക്കത് മതി, ധാരാളമാണ്. പിന്നെ ഞാൻ ആദ്യം പോകുമ്പോൾ അവിടെ ഉണ്ടയായിരുന്നു, മറ്റേ ഗോതമ്പുണ്ട. 2ാമത് പോകുമ്പോൾ അവിടെ ചപ്പാത്തിയായിരുന്നു. അങ്ങനെ
അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഇയാളവിടെ കിടന്ന് കരഞ്ഞ് പിഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനിയെങ്കിലും ഇത്രയും കാലം കട്ടുമുടിച്ചു. ഇപ്പോൾ കുറേ ആൾക്കാർ പിന്നാലെ കൂടിയിട്ടുണ്ട്. സവർണന്മാരുടെ മൂട് നക്കികളായിട്ടുള്ള ആസന നക്കികളായിട്ടുള്ള കുറേ എണ്ണുണ്ട്. കുറേ നായവർഗ്ഗങ്ങളുണ്ടല്ലോ, ജന്തുക്കൾ കുറേ എണ്ണുണ്ടല്ലോ. പിന്നെ കേരളത്തിലൊരു വർഗ്ഗമുണ്ടല്ലോ, സംബന്ധ ബാന്ധവങ്ങളുടെ ചെളിക്കുണ്ടിയിൽ നിന്ന് ഇനിയും കയറി വരാത്ത കുറേ വർഗ്ഗങ്ങളുണ്ടോ, നായർ വർഗ്ഗം. എൻ്റെ അമ്മൂമ്മയുടെ നായരൊരു നമ്പൂരിയായിരുന്നു പറഞ്ഞിട്ട് കൊടിയും പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിൻ്റെ വലിപ്പം കാണിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവർ മന്നത്ത് പത്മനാഭൻ്റെ അമ്മയുടെ ചരിത്രം എഴുതിയ മന്നത്ത് പത്മനാഭൻ എഴുതിയിട്ടുണ്ട്. അമ്മയുടെ അടുത്ത് ആവശ്യത്തിന് കയറി വരും, ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു പോകും. അപ്പോൾ അമ്മ പറയത്രേ, മോനെ ഇതാണ് നിൻ്റെ അച്ഛനെന്ന്. ആ സമയത്ത് നെക്സ്റ്റ് സെൻറ്റൻസ് എന്താ അറിയും, മോനെ അച്ഛന്ന് വിളിക്കരുത് കേട്ടോ. ഇതാണ് സംബന്ധം. എന്നാലിപ്പോൾ അതിൻ്റെ രുചി അനുഭവിച്ച രണ്ടാം തലമുറ ആയി കഴിഞ്ഞു. ഇതൊക്കെ 19 വർഷം 60 വർഷം 20 വർഷം മുമ്പുണ്ടായ സംഭവമാണ്. എന്നിട്ടും ഇപ്പോഴും ആ പൂണൂർദാരിയാണ് കാണുന്ന സമയത്ത് ആരോ പറഞ്ഞ പോലെ ഈ നമ്പൂതിരിമാരാൽ തയ്യാറാക്കപ്പെടുന്ന അച്ചാറുണ്ടോ ഇവിടെ, ഒരു കടയിൽ നിന്ന് ചോദിക്കുക. അതിൻ്റെ പുറകിൽ ഞാൻ ചെന്നു, ഹലോ എന്താ സ്വാമി, മാർച്ചിസ്റ്റ് പാർട്ടി തയ്യാറാക്കുന്ന അച്ചാറുണ്ടോ ഇവിടെ? ഇല്ലല്ലോ. അങ്ങനെ അച്ചാറുണ്ടോ? അത് ചോദിച്ചെന്ന് മാത്രം. നായന്മാർ തയ്യാറാക്കുന്ന അച്ചാറുണ്ടോ? CPI തയ്യാറാക്കുന്ന. എന്താ സ്വാമി അങ്ങനെ ചോദിക്കണേ? അല്ല, നമ്പൂരിമാർ തയ്യാറാക്കുന്ന അച്ചാർ ഇവിടെ ഉണ്ടേ. അപ്പോൾ അയാൾ പറയാം, അത് നായന്മാർക്ക് വലിയ ഇഷ്ടമത്രേ, നായന്മാർ പെണ്ണുങ്ങൾക്ക്. കാരണം പണ്ടൊക്കെ വയറ്റിലുണ്ടായി കഴിഞ്ഞാൽ അവളെല്ലാവരും പറഞ്ഞു കേൾക്കും, പ്രൊഡക്ഷനാ, നമ്പൂരി തയ്യാറാക്കിയതാ, നമ്പൂരി ഉണ്ടാക്കിയതാണ് എന്ന് പറയും. അപ്പോൾ നമ്പൂരിയുടെ വയറ്റിൽ കിടക്കണേ എന്നുള്ള രീതിയിലേ. ഇപ്പം അത് പറ്റില്ല. അരിക്രാന്തിലും പിടിച്ച സംബന്ധത്തിന് മുമ്പ് വല്ല DYFI വന്ന തലയിൽ അടി കൊടുക്കും, പറ്റില്ല. എന്നാലും നമ്പൂരി ഉണ്ടാക്കിയത് വയറ്റിലുണ്ടാവണം. അതിനിപ്പോൾ എന്താ മാർഗം? നമ്പൂരി ഉണ്ടാക്കിയ അച്ചാറ്, നമ്പൂതിരിമാരാൽ തയ്യാറാക്കപ്പെട്ട അച്ചാറ്. ആ അച്ചാറെടുത്ത് കുറച്ചെടുത്ത് കയ്യിലെടുത്ത് ഇങ്ങനെ നക്കുക. അപ്പോൾ മനസ്സിൽ പറയാലോ, നമ്പൂതിരി തയ്യാറാക്കിയത് എൻ്റെ വയറ്റിലുണ്ടെന്ന്. ഇപ്പം ഇതൊക്കെയാണ് സ്ഥിതിഗതികൾ. അങ്ങനെ കുറേ എണ്ണമുണ്ട്. പറയണത് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണമെന്ന്. എന്തിനാ അയാളെ അറസ്റ്റ് ചെയ്യുന്നത്? അയാൾ കുറ്റവാളി, അയാളെ അറസ്റ്റ് ചെയ്യില്ലേ? നരേന്ദ്രമോദി കുറ്റവാളി നരേന്ദ്രമോദി അറസ്റ്റ് ചെയ്യില്ലേ? പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യില്ലേ? നരേന്ദ്രമോദി നരേന്ദ്രമോദി അറസ്റ്റ് ചെയ്യില്ലേ? ഇവിടെ നിയമമുണ്ട്. കൈ വിലങ്ങ് വയ്ക്കാൻ പാടില്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുള്ളൂ. അത് പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്തിരിക്കുമ്പോൾ അനങ്ങാൻ പറ്റില്ല. പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന സമയത്താണ് കൈവിലങ്ങ് വയ്ക്കാം. അറിയാമോ? കടകംപള്ളി അറസ്റ്റ് ചെയ്യണമെന്ന് കൊച്ചുകുട്ടികൾ പറഞ്ഞ പോലെ എന്നെ തല്ലിച്ച് അവനെയും തല്ലണമെന്ന് കൊച്ചുകുട്ടി പറയുന്നതാണ്. കൊച്ചുകുട്ടി 2-3 വയസ്സായിട്ടുള്ളൂ. അവൻ കുറുമ്പ് കാണിച്ച പോലെ അടി കിട്ടും. അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ, എന്നാൽ ചേട്ടനെ തല്ല, ആദ്യം ചേട്ടനെ എന്നെ തല്ലിയാണ്, എനിക്ക് വിഷമമില്ലാന്ന്. ഇതുപോലെ തന്നെ തന്ത്രിയെ പിടിച്ചോ കുഴപ്പമില്ല, മന്ത്രിയെ പിടിക്കണം. ഒരു മന്ത്രിയെങ്കിലും പിടിക്കും, ഞങ്ങൾക്കൊന്ന് ആശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ അതിനേക്കും പറയുക? തന്ത്രിയെ പിടിച്ചപ്പോൾ പലർക്കും ഇളകി. അതാണ് സംഭവം. കേസ് മറ്റതാണ്. എൻ്റെ അമ്മൂമ്മയുടെ നായരൊരു നമ്പൂരിയായിരുന്നു. ഇതാണ് കേസ്. ആ സംബന്ധ ബാന്ധവത്തിൻ്റെ ചെളിക്കുണ്ടിൽ നിന്ന് കയറി വരാത്ത ഈ കിണ്ടി നായ്ക്കൾ അവരാണ് ഇതിൻ്റെ പുറകിലുള്ളത്. കൂടുതലും ഇതിൻ്റെ പുറകിലുള്ള ഇവന് വേണ്ടി സംസാരിക്കുന്നത്. ഏതായാലും ഇവിടെ ഇത് ചെയ്യേണ്ടത്, ഇയാൾക്കിനി എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി പൊട്ടിക്കരച്ചിലുള്ളൊന്നും കാര്യമില്ല. ചാനലുകൾ പലരും വിളിച്ചു പറയും, അവർക്ക് മറ്റേത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും പറയുക, അവർക്ക് കാണികളെ കിട്ടാൻ വേണ്ടി, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കട്ടിരുന്നിട്ട് കാര്യമില്ല. രണ്ടും കൽപ്പിച്ച് പുറത്തു വന്ന് ഉള്ള സത്യം അങ്ങോട്ട് പറയുക. ഇന്ന ദിവസം തുടങ്ങിയതാണ് ഈ കൊള്ള, ഇത്ര സ്വർണം കട്ടുകൊണ്ടുപോയിട്ടുണ്ട്, ഇന്ന ആളാണ് കട്ടുകൊണ്ടുപോയത്, അതിൽ ഇത്ര എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ വഴിക്ക് അത് ചെയ്തിട്ടുണ്ട്. ഇതങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എടോ തന്ത്രി, തൻ്റെ തലയിലിരിക്കുന്ന ഭാരം, മനസ്സിലിരിക്കുന്ന ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു പോകും. പിന്നെ തന്നെ ആരും കള്ളന്ന് വിളിക്കില്ല. ആരൊക്കിപ്പോൾ ഞാൻ തന്നെ കുട്ടിക്കാലത്ത് ചിലപ്പോൾ വല്ല അച്ഛൻ്റെയോ അല്ലെങ്കിൽ അമ്മയുടെ പോക്കറ്റിൽ എടുക്കുന്ന പൈസയ്ക്ക് നമ്മൾ കട്ടുകൊണ്ട് പോകും. ആക്കി ചില ഒരു സൂത്രപ്പണിയാണ്. ഞാൻ മറ്റേ ഒരു സിനിമാടിന് ഞാൻ നാടകനടനായിരിക്കുന്ന സമയത്ത് അവിടെ പിന്നീട് സിനിമാടിനായിട്ടുള്ള ഒരു നാടകനടൻ്റെ ഷർട്ട് ഞാൻ കട്ടിട്ടുണ്ട്. അയാളുടെ വിളിച്ചു പറഞ്ഞു കേട്ടോ ഞാൻ. അപ്പോൾ എനിക്കറിയണ കള്ള നീ എൻ്റെ കട്ടയെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ആ കളവ് നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ഞാനാണ് കട്ടത്, അപ്പുറത്തെ ഒരു ഇതുകൊണ്ട് എനിക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ എന്തിനേറെ നമ്മുടെ കൈതപ്രം ദാമോദരൻ നമ്പൂരി ജീവിച്ചിരിപ്പുണ്ടല്ലോ. അദ്ദേഹം ഒരിക്കൽ നടത്തിയൊരു കളവ്
പിന്നെ അദ്ദേഹം അത് ആ കളവിനെ അത് പരിഹാരം ചെയ്ത് അത് തിരിച്ചു കൊടുത്തു. പക്ഷേ അദ്ദേഹം പിന്നീട് വിളിച്ചു പറഞ്ഞു അത്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഭക്തജനങ്ങളോട് നീതി കാണിക്കണം. അമ്പല സംവിധാനങ്ങളോടും ഡയറ്റിയോടും നിങ്ങൾ നീതി കാണിക്കണം. അതല്ലെങ്കിൽ പിന്നെന്താ, ഈ മാനസിക ആഘാതവും പേറി അതാണ് നരകമെന്ന് പറയുന്നത്. മലയരുടെ ഭൂമി തട്ടിപ്പറിച്ച പാപം വേറെയുണ്ടല്ലോ. ഭക്തജനങ്ങളുടെ പാപം വേറെ, കളവിൻ്റെ പാപം വേറെ. ഇതൊക്കെ തീരാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ, കൊന്നാൽ പാപം തിന്നാൽ തീരുന്നു പറഞ്ഞാൽ, കട്ടാൽ പാപം കളവ് കുടിച്ചു പറഞ്ഞാൽ തീരും, അത്രയേ ഉള്ളൂ. പിന്നെ ഇനി ഞാൻ മല ചവിട്ടില്ല, ആ തീരുമാനം നല്ലതാണ്. കാരണം ഇവൻ മാത്രമല്ല, ഒരു നമ്പൂറി മക്കളെയും ഈ മല കയറ്റരുത്. കാരണം അത് മലയരുടെ മലയാണത്. അവിടെ ഇരിക്കുന്ന അയ്യനാരെന്ന് പറയുന്ന തമിഴ് ദൈവം അയ്യനാര്, അതാണ് അയ്യപ്പനായത്. കാരണം അവിടെയുള്ള ആൾക്കാർ ഒരുവിധം വലിയൊരു ആൾക്കാരെ അയ്യാന്നാ വിളിക്കുക. അങ്ങനെയാണ് ഈ അയ്യനാർ ഉണ്ടാകുന്നത്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രായം ചെന്ന ആളുകളെ അവർക്ക് അയ്യാ എന്നാ വിളിക്കുക. അയ്യനാരാണ് ഈ ദൈവം, അയ്യനാരാണ് വാസ്തവത്തിൽ. ഇവിടെ അയ്യങ്കാരെന്നൊക്കെയും പറയില്ലേ, അതൊക്കെ അതിൽ പെട്ടതാണ്. അവർ അയ്യനെന്ന് പറയുന്നത് അയ്യാ എന്ന് വിളിക്കുന്നതിൻ്റെ ബഹുവചന രൂപമാണ് അയ്യര് എന്നുള്ളത്. അപ്പോൾ ഇത് ഇവരുടെ ദൈവമല്ല. ഇവൻ്റെ വീട്ടിൽ ആരെങ്കിലും അയ്യപ്പൻ എന്ന് പേരുണ്ടോ? ഇവൻ്റെ വീട്ടിലിരുന്നുള്ള പൂജകളുണ്ട്, ഇത്തരം കാര്യങ്ങൾ. ഇവൻ ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ആ സങ്കല്പത്തിൽ വലിയ സാമ്പത്തിക വിജയം കണ്ടപ്പോൾ അവന് സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റിയൊരു ശിലയാണ് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഒപ്പം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് മലയരയന്മാരുടെയാണത്. അതവർക്ക് തിരിച്ചു കൊടുക്കണം. പിന്നെ മാത്രമല്ല, മനുഷ്യരിൽ വർഗവർണ്ണ വ്യത്യാസം വരുത്തുന്ന കൂട്ടനാണ് ഇവർ. ചെട്ടിക്കുളങ്ങര യേതുകൃഷ്ണൻ്റെ കഥ, അന്നിവരൊന്നും വായ തുറന്നില്ലല്ലോ, അന്ന് പൊട്ടിക്കരഞ്ഞില്ലല്ലോ. ഓർമ്മിക്കേണ്ട കാര്യമാണത്. കൂടൽമാണിക്യത്തിലൊരു ഈഴവ യുവാവ് അവിടെ കഴകത്തിന് വന്ന സമയത്ത് അയാൾ ഓടിച്ചു. ഈ വർഗമാണ് ഓടിച്ചത്. ഓർമ്മിക്കേണ്ട കാര്യമാണത്. പിന്നെ മട്ടൻ തിന്നില്ല എന്നുള്ളത് എന്താടോ ഈ വപ്പ എന്ന് പറഞ്ഞാൽ എന്താടോ? വപ്പ VAPA വപ്പ എന്താടോ അത്? യാഗയജ്ഞങ്ങൾ നടത്തുന്ന സമയത്ത് അവിടെ ഒരു പശുക്കുട്ടിയെ കെട്ടിയിടും. പശുക്കുട്ടി വെച്ചാൽ വലിയ മൂപ്പില്ലാത്ത ഒരു പശുക്കുട്ടി, ഏകദേശം ഒരു 1.5 വയസ്സ് 2 വയസ്സൊക്കെ ഉള്ളൊരു പശുക്കുട്ടി അവിടെ കെട്ടിയിടും. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേക ഘട്ടം വരുന്ന സമയത്ത് അതിൻ്റെ സർവ്വദ്വാരങ്ങളും പൊത്തിപ്പിടിച്ച് അതിനെ കൊന്നിട്ട് അതിൻ്റെ വപ്പയെടുക്കും. വപ്പ എന്ന് പറഞ്ഞാൽ മാംസം തന്നെ, നല്ല മാംസത്തിനാണ് ഈ വപ്പ എന്ന് പറയുക. ആ വപ്പയെടുത്തിട്ട് ചുട്ട് തിന്നുന്നവരല്ലേടോ നിങ്ങൾ? ഇപ്പോഴും യാഗയജ്ഞങ്ങൾ അരിമാവ് കൊണ്ട് പശുക്കുട്ടിയെ ഉണ്ടാക്കി വയ്ക്കുക. പശുക്കുട്ടിയെ പിടിച്ച് കൊന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ചീത്ത പറയില്ലേ, പിടിച്ച് കൊണ്ടുപോയില്ലേ? അപ്പോൾ ഇപ്പോഴും ആ സാധനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അർത്ഥം. തൃശ്ശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിൽ ഇപ്പോഴും അവിടെ കുരുതി നടക്കുന്നുണ്ട്, രഹസ്യമായിട്ട് കുരുതി നടക്കുന്നുണ്ട്. അവിടെ സവർണ ക്ഷേത്രം എന്നൊക്കെയും പറയുമെങ്കിൽ പോലും അവിടെ കുരുതി നടക്കുന്നുണ്ട്. അവിടെ രഹസ്യമായിട്ട് കുരുതി നടക്കുന്നുണ്ട്. അവിടുത്തെ പ്രസിഡൻ്റായിട്ടുള്ള കൃഷ്ണൻകുട്ടിയേട്ടൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, KKM എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഒരു കാലത്താക്കി നടന്നിരുന്നതാണ്. അപ്പോൾ എന്തായിക്കോട്ടെ, നിങ്ങളൊക്കെ ഇറച്ചി മീനൊക്കെ തിന്നുന്നവർ തന്നെയാണ്. പിന്നെ ഇവൻ്റെ ചേട്ടനൊരുത്തനല്ലോ, മോഹനൻ കണ്ഠരൻ, അവൻ പച്ചമാംസം തിന്നാൻ വേണ്ടിയിട്ടല്ലേടോ എറണാകുളത്ത് പോയത്? പച്ചമാംസം തിന്നാൻ വേണ്ടിയിട്ടല്ലേ എറണാകുളത്ത് പോയത്? ഇപ്പോൾ ഇവിടെ ഞങ്ങൾ തൊടില്ല, കാണില്ല, തിണ്ടില്ല, അത് ചെയ്യില്ല, അശുഭങ്ങളായിട്ടുള്ള കാര്യങ്ങൾ മനസ്സുകൊണ്ട് സ്മരിക്കില്ല എന്നൊക്കെയും പറയുന്നില്ലേ? പോടാമില്ലേ, നീയൊക്കെ ഇതിൻ്റെ വക്താക്കളാണ്. അതുകൊണ്ട് മട്ടൻ തിന്നടാ, വേണമെങ്കിൽ അല്ലെങ്കിൽ അവരെല്ലാം മോരും ചോറും തരും, അത് മതിയാവില്ല. അതുകൊണ്ട് മട്ടൻ തിന്ന്, ഇതൊക്കെ അപ്പുറത്തുപ്പുറത്തേക്ക് പൂശുന്നതാണല്ലോ. ഏതായാലും ഈ പൂണൂൽ തെണ്ടികൾക്ക് പണമുണ്ടാക്കാനുള്ള വെറും ഒരു കല്ലാണ് ശ്രീകോവിലിൽ ഇരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവൻ കരുതി വെച്ചിരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അനേക ലക്ഷം മനസ്സുകളുടെ, സമഷ്ടി മനസ്സുകളുടെ സമ്മിളിത സ്ഥാനമാണ് അയ്യപ്പൻ കോവിൽ. ആ ശക്തിയാണിപ്പോൾ അയ്യപ്പൻ്റെ മറുരൂപമായിട്ട്, തൊപ്പിവെച്ച പോലീസായിട്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിട്ട്, കോടതിയായിട്ട്, ന്യായവും നിയമവുമായിട്ട് വന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കളവും ചതിയും കണ്ടുമടുത്ത് അയ്യപ്പൻ നേരിൽ വന്ന് പണി കൊടുത്തു എന്ന് സാരം. ഇപ്പം പറയാണ്, കരഞ്ഞിട്ട് പറയാൻ ഈ മല ചവിട്ടില്ല എന്ന്. ഇനി അങ്ങനെ മല ചവിട്ടാൻ പോയാലും അതിന് ഭക്തജനങ്ങൾ സമ്മതിക്കില്ലടാ, കണ്ടര കള്ള. ചേട്ടൻ പെണ്ണ് പിടിച്ചു, ഇപ്പം മല കയറാൻ പറ്റില്ല. അനുജൻ കട്ടുമുടിച്ചു, ഇനി മല കയറാനാവില്ല. പിന്നെ ആത്മഹത്യ ചെയ്യുന്നു, ഞാൻ മരിക്കുമെന്ന്, എനിക്കിനി മരിച്ചാൽ മതിയെന്ന്.
താൻ മരിക്കുമെന്ന് താൻ പറയുന്നുണ്ടല്ലോ. അതിന് തനിക്ക് എവിടെയാണോ ആത്മാവ് ആത്മഹത്യ ചെയ്യാൻ? നീ ഇപ്പം തന്നെ ശവമായില്ലടാ തന്ത്രി കള്ള, കണ്ടര് കള്ള. നീ ഇപ്പം തന്നെ ശവമല്ലേ, പിന്നെ എന്തോന്ന് ആത്മഹത്യ?